വല്ലാത്ത പണിയായിട്ട്. പണിയോ? പണിയല്ല, ഇത് പാരയാ, നല്ല മുട്ടാൻ പാര. ആ സുന്ദരേശൻ ഇതിൽ പൊങ്ങോട്ട് ഉറപ്പാ. എടാ മഹാഭാവികളെ, നീയൊക്കെ തന്നെ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണം. ചേട്ടാ ഞങ്ങൾ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല. ഞങ്ങളല്ല, ഇവൻ. നീയൊക്കെ എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും ശരി തന്നെ, എൻ്റെ മനസാക്ഷിക്കറിയാം ഞാൻ നിനക്കൊക്കെ എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യം എന്തു കേട്ടാ? ഉണ്ടടാ, ഉണ്ട്. നിന്നെ പോലുള്ളമാരത്തെ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കോവിഡ് കാരണം ജോലി പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സൊന്ന് അലിഞ്ഞു. അതൊക്കെ നന്നായിട്ട് നീയൊക്കെ ഉപയോഗിച്ചല്ലോ. അയ്യോ ഞങ്ങളാ? അയ്യോ ഞങ്ങളാ? മിണ്ടരുത്. ഈ വീട് കിടക്കുന്ന കോലം കണ്ടാടാ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീട് തന്നത്. ചേട്ടാ, ഞങ്ങൾ വീട് പഴയ പോലെ വൃത്തിയാക്കി തരാം. എങ്ങനെയെങ്കിലും ആ മാരണത്തൊന്ന് ഒഴിവാക്കി തരും. നടക്കില്ല മക്കളെ, അതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അവളെ ഈ വീടിൻ്റെ ഉടമസ്ഥയാ. അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ ബോസ്. വാടക വരാതെ താമസിക്കുന്ന നിന്നെ പോലുള്ളവരുടെ ബോസ്. ഈ പെണ്ണെന്തിനാണ് ഇപ്പം അമേരിക്കയിൽ കൊണ്ട് കെട്ടിയെടുത്തത്? ആഹാ, അത് കൊള്ളാം. എടാ, അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള്. അവരെന്തായാലും അമേരിക്കയിൽ നിന്ന് ഉടനെ ഒന്നും വരാൻ പോകുന്നു തോന്നുന്നില്ല. അവക്കാണെങ്കിൽ ഇവിടുത്തെ ഹരിതാപയും പച്ചപ്പും ഒക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം. ഈ പച്ചപ്പ് ഹരിതാപയും കാണാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വല്ല മൂന്നാറിലും വയനാട്ടിലും പോയാൽ പോരെ? ഇതിന് കൊച്ചിയിലേക്ക് വന്നു. ഇവിടെ ഹരിതാപവും പച്ചപ്പും. അയ്യോ, പറയുന്ന കേട്ടാ തോന്നുന്നു നിന്റെ ജോലിക്കാരിയാണ് അവളെന്ന്. എടാ, അവക്ക് ഹരിതാപയും പച്ചപ്പും ഒക്കെ കാണണം. അതിനെ ഇങ്ങോട്ട് വന്ന് എന്തോ റിസർച്ചിന് വേണ്ടി വന്നാ കൊച്ച്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് റിസർച്ച് ചെയ്യാൻ എന്ത് തേങ്ങയാണ് ഇവിടെ ഉള്ളത്? തേങ്ങയുണ്ടല്ലോ. ആ, ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു. അതാണ് ആ കൊച്ചിന്റെ റിസർച്ച് സബ്ജക്റ്റ്. എനിക്കറിയാൻ പാടില്ല. കേട്ടെടുത്തോളം ഇതൊരു വട്ട് കേസാണ്. ഉറപ്പാ. നമ്മൾ ഇതിന് എന്തായാലും മുൻകരുതലെടുക്കണം. എടാ, മുൻകരുതലെടുക്കും മുമ്പ് ആദ്യം വേറെ വീട് നോക്കണം. അതെന്തിന്? പിന്നെ ഞങ്ങൾക്ക് താമസിക്കണ്ട. ആ കൊച്ചിനോട് താമസിക്കാൻ പറ്റുമോ ഇവിടെ? എടാ, അതിനൊക്കെ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? അത് പറയാൻ പറ്റിട്ടില്ലേ ഞാൻ മുകളിലോട്ട് കയറി വന്ന്. നിങ്ങൾ എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര്? ഞാൻ വിജയ്. ഞാൻ സൂര്യ. ആഹാ, തമിഴ് സൂപ്പർ സ്റ്റാറൊക്കെ ഇപ്പൊ ഇങ്ങനെയാണോ താമസം? അല്ല, കുട്ടിയുടെ പേര് പറഞ്ഞില്ല. അയാം മേനക്ക. പഴയ നടിയുടെ പേരായിട്ടായിരിക്കും അല്ലേ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ തമാശയൊക്കെ? മണ്ടന്മാരാ മാഡം. എവിടെ എന്ത് പറയണം നടത്ത വിവരദോഷികളാണ്. അതെനിക്ക് ഇവരുടെ ഡയലോഗ് അടി കേട്ടപ്പോ തന്നെ മനസ്സിലായി. സുന്ദരേശൻ, ഞാൻ പറഞ്ഞ കാര്യം ഇവരുടെ സംസാരിച്ചായിരുന്നോ? ഇല്ല മാഡം, അത് മാഡം തന്നെ പറയുന്നത് നല്ലത്. നേരെ പേടിക്കണ്ട, ഞങ്ങളെ ശല്യത്തിനൊന്നുമില്ല. ഒരു 2 ദിവസത്തെ അവകാശം തന്നാൽ മതി, ഞങ്ങളവിടെ ഇറങ്ങി പൊക്കോളാം. അതിനുവേണ്ടി എന്നോട് ആർക്കണം പ്രകടനം നടത്തുമെന്ന് വേണ്ട. അതിന് നിങ്ങളോട് ഇവിടുന്ന് പോകാൻ ആരെങ്കിലും പറഞ്ഞോ? പറയുമല്ലോ, ഇപ്പൊ പറയുമല്ലോ. അതിനു ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നിങ്ങളിപ്പോ ഇവിടുന്ന് പോകണ്ട. പോണ്ടേ? അതെന്താ? അതെന്തിനാ ഏതിനാന്നൊക്കെ പിന്നെ പറഞ്ഞാ പോരെ. തൽക്കാലം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കാം. അല്ല, അപ്പൊ ഞങ്ങളുടെ വാടക കുടിശ്ശിക? വാടകയൊക്കെ തന്നിട്ട് കാലം കുറേ ആയല്ലോ. സോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം, 2 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങ് വരും. അപ്പോൾ ഈ വീട് എങ്ങനെയാണോ കിടന്നിരുന്നത് അതേപോലെ തന്നെ നീറ്റായിട്ട് എനിക്ക് കിട്ടണം. ഈ വീടല്ലേ, അത് ഞങ്ങൾ ഏറ്റ്. അല്ല മാഡം, ഞങ്ങൾ 2 ബാച്ചിലേഴ്സിനോടൊപ്പം മാഡത്തിന് എനിക്ക് മടിയൊന്നുമില്ലേ? ഞാൻ ആരാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ വീട്ടിൽ എത്ര പുരുഷന്മാർ താമസിക്കുന്നുണ്ടെന്നോ എത്ര സ്ത്രീകൾ താമസിക്കുന്നുണ്ടെന്നോ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ പറഞ്ഞത് ന്യായം. അപ്പൊ ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പറഞ്ഞതുപോലെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കണം. ഓക്കെ? ശരി. അതെ, പണി തരാതെ പണി എടുക്കണേ മക്കളെ. ആലോചിക്കാം. എന്ന് ശ്രമിക്കാം. എന്റെ കഞ്ഞീര് പാറ്റ ഇടല്ലേ. സുന്ദരേശൻ, നീ എന്താ കേബിൾ ഇല്ലാത്ത TV നോക്കിയിരിക്കുന്നത്? ഞാനത് ഓണാവുമോ നോക്കുമായിരുന്നു. നോക്കിയിരുന്നു. എടാ, ഇതിന്റെ ബില്ലടച്ചിട്ട് എത്ര കാലം ഇന്നല്ല ബോധമുണ്ടോ? അത് കുറെ കാലമില്ലേ? പിന്നല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇതിൽ വല്ലതും വരിക? ഇവിടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുവിധ അത്ഭുതങ്ങളല്ലേ? അമേരിക്കയിൽ നിന്നൊരു പെൺകുട്ടി വരുന്നു, ആ കുട്ടി നമ്മളോടൊപ്പം താമസിക്കാനൊരുങ്ങുന്നു. വാടകയെ പറ്റി ഒരു അക്ഷരം ചോദിക്കുന്നില്ല. അതുപോലെ TV ഓണാക്കി കിട്ടിയാലേ? നോക്കിയിരുന്നു, ഇപ്പം വരും. കണ്ട
നീ എന്ന് പറഞ്ഞ നീ എന്നെ പുച്ഛിച്ച് അല്ലേടാ. എനിക്ക് വയ്യ എൻ്റെ ദൈവമേ, ഇനി നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോണ ഒട്ടുക്കത്തെ അത്ഭുതങ്ങളായിരിക്കും. അയ്യോ സുന്ദരേശ്, ചേട്ടാ എന്താ? എടാ മോനെ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, കേബിൾ ബില്ല് ഒക്കെ ആ മേരക അടച്ചിട്ടുണ്ട്. അത് നിങ്ങളെ വിളിച്ച് പറയാൻ വിളിച്ചതാ. അയ്യോ ഞങ്ങളിത് അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു ചേട്ടാ. മോനെ വേണ്ട, എൻ്റെ അടുത്ത് എന്നാ വേണോ ഇത്? ചേട്ടാ ശരി ശരി. എന്താടാ കാര്യം? ഞാനേ ഒരു കാര്യം പറയാൻ പോവാ, നീ ഞെട്ടരുത്. എന്തോടാ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാസ് പണി വരാൻ പോകുന്നുണ്ട്. പണിയാ? ഉം.